നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ NIA പരിശോധന. മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും NIA റെയ്ഡ്. അന്വേഷണം തിരൂരങ്ങാടിയിൽ ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ എത്തിയതിൽ. ക്വാറി ഉടമകളുടെ വീടുകളിലും ക്വാറികളിലും പരിശോധന. SI റാങ്ക് ലിസ്റ്റിൽ നിന്ന് അതിവേഗ നിയമനത്തിന് ഉത്തരവ് നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് ജൂൺ 9 പട്ടികയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ നടപടി SI റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാത്ത സാഹചര്യത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ റിപ്പോർട്ട് SITക്ക്. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും തട്ടിയെടുത്തത് പൊതിഞ്ഞ സ്വർണമെന്ന് ജംഷഡ്പൂർ ലാബിന്റെ പരിശോധനാ ഫലം കൈമാറി. കുറ്റപത്രം തയ്യാറാക്കി SIT. കർണാടകയിൽ ഗവർണറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാർ. സത്യപ്രതിജ്ഞ ജൂൺ 3-നോ 5-നോ ഉണ്ടാകും. വൈകിട്ട് ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡിന് മുന്നിൽ കൂടുതൽ ആവശ്യങ്ങളുമായി സിദ്ധരാമയ്യ. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥ. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന വയോധികനെ ചവിട്ടിക്കൊന്നു. മരിച്ചത് വൈശ്ശേരി സ്വദേശി മോഹനൻ. ആക്രമണം പുലർച്ചെ 2:30-ക്ക് കൃഷിയിടത്തിലിറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കവേ. അതിരപ്പിള്ളി പഞ്ചായത്തിൽ വൈകിട്ട് 5 വരെ ഹർത്താൽ. 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. പത്തനംതിട്ടയിൽ ജനവാസ മേഖലയോട് ചേർന്ന് വൈദ്യുതാഘാതമേറ്റ് കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് 53 കിലോ വിഭാഗത്തിൽ മത്സരിക്കും. IPL ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. മത്സരം നാളെ അഹമ്മദാബാദിൽ. മലപ്പുറത്ത് 2 ഇടങ്ങളിൽ NIAയുടെ പരിശോധന. തിരൂരങ്ങാടിയിൽ ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ എത്തിയതിലാണ് അന്വേഷണം. തിരൂരങ്ങാടിയിലെ ഗോഡൌണിലും ലോറി ഉടമയുടെ വണ്ടൂരിലെ ഭാര്യ വീട്ടിലുമാണ് പരിശോധന നടന്നത്. കാസർഗോഡ് ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടുമേനിയിലും NIA പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ കരിങ്കൽ ക്വാറി നടത്തിയിരുന്ന സജ്ജി എന്നയാളുടെ വീട്ടിലും ക്വാറിയിലുമാണ് പരിശോധന. കോഴിക്കോട് മുക്കം എരഞ്ഞിമാവിലും സ്വകാര്യ സ്ഥാപനത്തിൽ NIA പരിശോധന നടത്തുന്നുണ്ട്. എരഞ്ഞിമാവ് സ്വദേശി ഹാരിസ് എന്ന വ്യക്തിയുടെ എക്സലന്റ് ബ്രിക്സ് എന്ന സ്ഥാപനത്തിൽ വീട്ടിലുമാണ് പരിശോധന നടത്തുന്നത്. അരവിന്ദൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും. അരവിന്ദൻ, പുലർച്ചെ മലപ്പുറത്ത് തുടങ്ങിയ NIAയുടെ പരിശോധന അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഫെബ്രുവരിയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയുൾപ്പെടെ 4 ജില്ലകളിൽ NIA പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു മലപ്പുറത്ത് പരിശോധന തുടങ്ങിയത്. മലപ്പുറത്ത് 2 കേന്ദ്രങ്ങളിലാണ്, ഒന്ന് തിരൂരങ്ങാടിയിലും മറ്റൊന്ന് വണ്ടൂരിലുമായി 2 കേന്ദ്രങ്ങളിലാണ് പരിശോധന മലപ്പുറത്ത് നടന്നത്. ഫെബ്രുവരി 7-ാം തീയതി മലപ്പുറം തിരൂരങ്ങാടിയിൽ വെച്ച് ഒരു ലോറിയിൽ നിറയെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. പോലീസാണ് ഇത് പിടിച്ചെടുത്തത്. ഇവിടെ ഒരു ഹോളോബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഗോഡൌണിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഉള്ളിച്ചാക്കുകൾക്ക് അടിയിൽ വെച്ചായിരുന്നു ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നായിരുന്നു പോലീസ് നിഗമനം. എന്തായാലും ഈ അന്വേഷണത്തിൽ ഏതാണ്ട് 90,000-ഓളം ജലാറ്റിൻ സ്റ്റിക്കുകളും അതുപോലെ തന്നെ 10,500 ഡിറ്റനേറ്ററുകളും പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ അന്വേഷണം NIA ഏറ്റെടുത്തത്. ഇത്തരത്തിൽ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഏറ്റെടുത്ത് അന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചു വരുന്നു. എന്തായാലും സംസ്ഥാനത്തെ ചില കോറികളുടെ മറവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സ്ഫോടക വസ്തുക്കൾ എത്തുന്നു എന്നൊരു നിഗമനം, ചില സൂചനകൾ നേരത്തെ NIAക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായ പരിശോധന നടത്തുന്നത്. ഈ കേസിൽ 7 പ്രതികളാണുള്ളത്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലായി 7 പ്രതികളാണ് ഉള്ളത്. ഇവരിൽ നിന്നാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഏത് തരത്തിലാണ് എത്തിച്ചത്, ഇത് ആർക്കെല്ലാം വിതരണം ചെയ്തു എന്നുള്ള കാര്യമാണ് NIA അന്വേഷിച്ചത്. എന്തായാലും പുലർച്ചെ നടന്ന അന്വേഷണങ്ങൾ പരിശോധന ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മറ്റു പരിശോധനകളുടെ NIA കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇത്തരം ഈ സ്ഫോടക വസ്തു പിടിച്ചത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള ചില പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ NIA ഉള്ളത്. കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും NIA അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. മായ.
ശരി, ലോറി നിറയെ തിരൂരങ്ങാടിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ മലപ്പുറത്ത് NIA നടത്തിയ പരിശോധന അവസാനിച്ചിരിക്കുന്നു. അതേസമയം കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങൾ NIAയുടെ പരിശോധന തുടരുകയാണ്. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വിവരം. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന അന്തിമ ശാസ്ത്രീയ റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. പൊതിഞ്ഞ സ്വർണം മാത്രമാണ് മോഷണം പോയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജംഷഡ്പൂരിലെ ലാബിൽ നിന്നാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന റിപ്പോർട്ടാണ് SITക്ക് മുന്നിലെത്തി നിൽക്കുന്നത്. സ്വർണം മോഷണം പോയതിൽ വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് സ്വർണത്തോടൊപ്പം കട്ടിളപ്പാളികൾ തന്നെ മോഷണം പോയിട്ടുണ്ടോ എന്ന സംശയം ഉടലെടുത്തത്. ആദ്യം VSSCയിലാണ് സാമ്പിളുകൾ നൽകിയിരുന്നത്. വ്യക്തത കിട്ടാത്തതിനാൽ ജംഷഡ്പൂരിലെ ലാബിൽ നൽകുകയായിരുന്നു. ദ്വാരപാലക, ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്നാണ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലാണ് കട്ടിളപ്പാളികൾ ഒന്നും മോഷണം പോയിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ തടസ്സം ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകുന്നതായിരുന്നു. റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ SIT കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജിയെ ശക്തമായി നേരിടാൻ ED. തെളിവുകൾ മുദ്രവച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. കേസ് പരിഗണിക്കുമ്പോൾ EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകും. അതേസമയം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ എത്തിക്കാനാണ് CMRLന്റെ നീക്കം. CMRL നൽകിയ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ ശക്തമായി നേരിടാനാണ് EDയുടെ നീക്കം. ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ ED ആരംഭിച്ചു. റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ അടക്കം പരിശോധന ഉടൻ പൂർത്തിയാക്കാനും ED ശ്രമിക്കുന്നുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മരവിപ്പിച്ച വീണയുടെ ലോക്കർ തുറന്നു പരിശോധിക്കാനും ED ഒരുങ്ങുകയാണ്. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. പരിശോധനകൾക്ക് ശേഷം വീണയെ ചോദ്യം ചെയ്യുന്നതിനായി ഉടൻ സമൻസ് അയക്കും. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ തിങ്കളാഴ്ച പരിഗണിക്കും. അപ്പീലിൽ അന്തിമ വിധി വരും വരെ തുടർ നടപടികൾ വിലക്കണമെന്നാണ് ആവശ്യം. അന്തിമ ഉത്തരവുണ്ടാവുന്നതുവരെ പരിശോധന, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ രംഗത്തിറക്കി ED അന്വേഷണത്തെ തടയാനാണ് CMRL നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. അതിരപ്പിള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 65 വയസ്സുകാരന് ദാരുണാന്ത്യം. അതിരപ്പിള്ളി പുല്ലേർക്കാട്ട് മോഹനനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം. വീടിന് സമീപത്തെത്തിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ ആന ചവിട്ടി കൊല്ലുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ആനമല സംസ്ഥാന പാത ഉപരോധിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ആന ജനവാസ മേഖലയിലെത്തിയത്. പൊടുന്നനെ മോഹനന്റെ വീടിന്റെ സമീപത്തേക്ക് മുറിവാലൻ കാട്ടാന കടന്നു വരികയായിരുന്നു. വീടിന് പിൻഭാഗത്തുള്ള തെങ്ങിൽ നിന്ന് കരിക്കുകൾ പറിച്ചു തിന്നുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മോഹനൻ ആനയെ തുരത്താൻ ഇറങ്ങി. പന്തം കത്തിച്ച് ആനയെ തുരത്താനുള്ള ശ്രമത്തിനിടയിലാണ് ആന മോഹനനെ ചവിട്ടി വീഴ്ത്തുന്നത്. ആന തെങ്ങ് കളയായിരുന്നു. തെങ്ങ് കളഞ്ഞപ്പോൾ ഇവിടുന്ന് 2 അനിയന്മാരും കൂടി ഇങ്ങോട്ട് വന്നു. ഇവിടത്തോളം എത്തിയപ്പോഴേക്കും ആന ഓടിച്ചപ്പോൾ അവൻ വീണതാണത്. ഉണ്ടോ, അവൻ വീണടുത്തിട്ട് ചവിട്ടി കൂട്ടി കൊന്നു. സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലം. സ്ഥിരം എന്നും ആനയാണ് അവിടെ. ഈ 5 ആനേനെ കടത്തിയിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. 5 ആനകൾ സ്ഥിരമുള്ള സ്ഥലമാണ്. 5 ആനയുണ്ട് ഇവിടെ. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷികൾ പൂർണ്ണമായും കാട്ടാന നശിപ്പിക്കുന്നു. ആവലാദികളുമായി വനംവകുപ്പിന്റെ അടുത്തെത്തുമ്പോൾ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. സർക്കാർ അത് കണ്ടു തുറക്കുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സംരക്ഷണം കിട്ടണം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒന്നും കൂടി ഉണർന്ന് അവിടുത്തെ റോഡായാലും അവിടെ ഫെൻസിങ് കിട്ടോ അല്ലെങ്കിൽ ട്രെഞ്ച് സംവിധാനത്തിലോ ഏത് മാർഗങ്ങളോ അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ആനകൾ വരുന്നത്. നമ്മൾ മൃഗങ്ങളെ അങ്ങനെ കൂടുതൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയും ഉപരോധ സമരത്തിൽ പങ്കാളിയായി. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി MLA സംസാരിക്കുകയും വിഷയത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും വനംവകുപ്പ് മന്ത്രി നേരിട്ട് സംഭവസ്ഥലം സന്ദർശിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് 1-ാം തീയതി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെ വന്ന് ഈ വിഷയങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ കേൾക്കാമെന്നും അതിന് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മോഹനനെ കൊലപ്പെടുത്തിയ ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫെൻസിംഗുമായി ബന്ധപ്പെട്ട തകരാറുകൾ പരിഹരിക്കുമെന്നും 1-ാം തീയതി വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.
കാട്ടാന ആക്രമണം തടയാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ലെന്നും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിന് തന്നെയാണെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരും. ഫെൻസിംഗ് മറികടന്നാണ് അതിരപ്പിള്ളിയിൽ ആക്രമണം നടന്നത്. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14 ലക്ഷം രൂപയാണ് ഇപ്പോൾ നഷ്ടപരിഹാരമായി നൽകുന്നത്. ആദ്യ ഗഡു ഉടൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിൻ്റെ വിഷയങ്ങളാണ്. ഇന്ന് പരിഹാരം കാണുക എന്നുള്ളത്. പരിഹാരം ഉണ്ടാകും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യമുണ്ട് എന്ന അഭ്യർത്ഥനയാണ് നിങ്ങൾ വഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പൊറുതിമുട്ട് ജനങ്ങൾ വയലൻ്റായി പ്രതികരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പുതിയ ഗവൺമെൻറ് വന്ന് അവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ് തരണം. അതിനകം മനുഷ്യസഹജമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഇത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. നഷ്ടപരിഹാരം ഇപ്പോൾ 14 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ന് തന്നെ അതിൻ്റെ ആദ്യ ഗഡു നൽകുന്നതായിരിക്കും. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇനിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, എവിടെ വെച്ച് സംഭവിച്ചാലും. പത്തനംതിട്ട അതുമ്പുംകുളത്ത് ജനവാസ മേഖലയോട് ചേർന്ന് കാട്ടാന ചിരിഞ്ഞു. ഷോക്കേറ്റാണ് ആന ചിരിഞ്ഞതെന്നും അധികം പ്രായമില്ലാത്ത കൊമ്പനാണെന്നും വനം വകുപ്പ് അറിയിച്ചു. ആന ചിരിഞ്ഞതിൽ സ്ഥലമുടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുക്കും. വൈദ്യുതി വേലി കെട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും വനം വകുപ്പിന്റെ നടപടി. പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞതായി കോന്നി റേഞ്ച് ഓഫീസർ ശശീന്ദ്രകുമാർ അറിയിച്ചു. സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സോളാർ വേലി അല്ലെന്നും നേരിട്ട് വൈദ്യുതി കടത്തിവിട്ടതാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അടുത്ത മാസം 9-ന് കാലാവധി അവസാനിക്കാൻ പോകുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് 43 പേർക്ക് അതിവേഗത്തിൽ നിയമനം. സബ് ഇൻസ്പെക്ടർ റാങ്ക് പട്ടികയിൽ നിന്നാണ് 43 പേർക്ക് നിയമനം നൽകാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടത്. ഉദ്യോഗാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത്. മുതിർന്ന CPM നേതാവും കോഴിക്കോട് മുൻ മേയറുമായ TP ദാസൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മികച്ച സഹകാരി, കായിക സംഘാടകൻ തുടങ്ങി സ്ഥാനം വഹിച്ച മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു TP ദാസൻ. KSYF-ന്റെയും KSF-ന്റെയും സംസ്ഥാന നേതൃനിരയിൽ പ്രവർത്തിച്ച ദാസൻ DYFI രൂപവത്കരണ വേളയിൽ പ്രഥമ സംസ്ഥാന പ്രസിഡന്റായ നേതാവ് കൂടിയാണ്. KSF-ലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ TP ദാസൻ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചു. 1980-ൽ DYFI രൂപവൽക്കരണ വേളയിൽ ആദ്യ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. കോഴിക്കോട് മേയർ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, KTDC ഡയറക്ടർ, കലാപ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചു. കാലിക്കറ്റ് കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനും കേരള അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാനുമായിരുന്നു. 1992 മുതൽ 94 വരെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേയറായത്. 1967-ൽ CPM അംഗമായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കോഴിക്കോട് മണ്ഡലം കമ്മിറ്റി അംഗം, ടൗൺ ഏരിയ സെക്രട്ടറി തുടങ്ങി ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ച് ജില്ലയിലുടനീളം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ചു. SSLCക്ക് ശേഷം കായിക അധ്യാപക ഡിപ്ലോമ നേടിയ TP തുടർന്ന് തളി ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകനായി. 2 വർഷം മാത്രമേ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളൂ. സർവീസിൽ നിന്നും പുറത്തായ ശേഷം CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം 1985 മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി. കേരളത്തിൽ ദേശീയ ഗെയിംസ് നേടിയെടുക്കാനും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും തുടക്കമിട്ട സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായിരുന്നു ഇദ്ദേഹം. അമൃത ന്യൂസ്, കോഴിക്കോട്. മുൻ MP-യും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ രാവിലെയോടെയായിരുന്നു വിയോഗം. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായ അദ്ദേഹം എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായിരുന്നു. KSU-വിലൂടെയാണ് പൊതുരംഗത്തേക്ക് പ്രവേശിച്ചത്. KSU എറണാകുളം ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. തുടർന്ന് എറണാകുളം DCC പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം പാർട്ടിയെ ജില്ലയിൽ
ശക്തമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും ഹൈക്കമാൻഡ് പ്രതിനിധിയായി ലക്ഷദ്വീപിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെയാണ് 15ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പാർലമെന്റിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹം ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം നാളെ നടക്കും. കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് പള്ളിയിലാണ് സംസ്കാരം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. വൈകിട്ട് 4 മുതൽ കോതമംഗലത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് ചേലാട് ഡെന്റൽ കോളേജിലും പൊതുദർശനം ഉണ്ടാകും. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൂട്ടപ്പരോൾ അനുവദിച്ചതിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരുന്ന 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. ആഭ്യന്തര വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പ്രതികളെ പുറത്തിറക്കില്ല. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 6 പ്രതികൾ ഇറങ്ങിയതിന് പിന്നാലെയാണ് കൂട്ടപ്പരോൾ വിവാദമായത്. ചട്ടങ്ങൾ ലംഘിച്ച് എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകിയെന്നായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരികയാണ്. അടുത്ത മാസം 9-ന് കാലാവധി അവസാനിക്കാൻ പോകുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് 43 പേർക്ക് അതിവേഗത്തിൽ നിയമനം. സബ് ഇൻസ്പെക്ടർ റാങ്ക് പട്ടികയിൽ നിന്നാണ് 43 പേർക്ക് നിയമനം നൽകാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടത്. ഉദ്യോഗാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത്. കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് റാങ്ക് പട്ടികയിലുള്ള 43 ഉദ്യോഗാർത്ഥികളുടെ രക്ഷകനായി ആഭ്യന്തരമന്ത്രി എത്തുന്നത്. 2025 ജൂൺ 9-നാണ് PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതിന്റെ കാലാവധി അടുത്ത മാസം 9-ന് അവസാനിക്കും. PSC റാങ്ക് പട്ടികകളുടെ കാലാവധി സർക്കാർ നീട്ടിയെങ്കിലും ആ ഉത്തരവ് ഇവർക്ക് ബാധകമല്ലാതെ വന്നിരുന്നു. ഇതോടെ ഉദ്യോഗാർത്ഥികളുടെ ജോലി നഷ്ടപ്പെടുമെന്ന സ്ഥിതി വന്നു. തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ആഭ്യന്തരമന്ത്രിയെ സമീപിച്ച് തങ്ങളുടെ അവസ്ഥ പങ്കുവച്ചു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ആഭ്യന്തര വകുപ്പിന് രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. അങ്ങനെ 43 പേർക്ക് അതിവേഗത്തിൽ നിയമനം നൽകാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം ലഭിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കർണാടകയിൽ ഗവർണറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാർ. സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ച കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് സൂചന. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച വൈകിട്ട് 3 മണിക്കെന്നാണ് റിപ്പോർട്ട്. ഇന്ന് വൈകിട്ട് ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ DK ശിവകുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും. അതേസമയം മന്ത്രിസഭാ പുനഃസംഘടനയിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ സിദ്ധരാമയ്യ നേതൃത്വത്തിന് മുൻപിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു. തന്റെ മകൻ യതീന്ദ്രയെ ഉപമുഖ്യമന്ത്രിയാക്കണം. അനുനായികൾക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളാണ് സിദ്ധരാമയ്യ ഉന്നയിച്ചത്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അടുത്ത 4 ദിവസവും മഴ ശക്തമായി തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷം മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ഓടകളും കാനകളും ഒരു പരിധി വരെ ഇതിനോടകം വൃത്തിയാക്കി കഴിഞ്ഞു. അപകടകരമായ മരങ്ങളും ശിഖരങ്ങളും ഉടൻ മുറിച്ചു മാറ്റുമെന്ന് മേയർ VK മിനിമോൾ അമൃത വാർത്തകളോട് പറഞ്ഞു. മഴ ഏറെ ദുരിതം വിതയ്ക്കുന്ന നഗരമാണ് കൊച്ചി. എല്ലാ മഴക്കാലത്തും നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറും. ഇത്തവണ അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ. കഴിഞ്ഞ തവണ വലിയ നാശനഷ്ടമുണ്ടാക്കിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് മേയർ VK മിനിമോൾ അമൃത ന്യൂസിനോട് പറഞ്ഞു. വലിയ കനാലുകളുടെ വെടപ്പള്ളിത്തോട്, ചങ്ങാടംപോക്ക്, തേവര പേരണ്ടൂർ, മാന്ത്ര കനാൽ തുടങ്ങിയ കനാലുകളുടെ വർക്കിലാണ് ചെറിയൊരു വിഷയം നമുക്ക് വന്നത്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിക്ലറേഷൻ വന്നതിന് ശേഷം അതിൻ്റെ വർക്ക് ഓർഡർ കൊടുക്കുന്നതിൽ ചെറിയൊരു ഡിലേ വന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇതിലെനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് വർക്കുകളുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എല്ലാ വർഷവും ചിലവഴിക്കുന്നത്.
പക്ഷെ പലപ്പോഴും അതിൻ്റെ പരിപൂർണമായ ഒരു ഫലം കോർപ്പറേഷന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ചെളി കോരി മാറ്റി നീക്കം ചെയ്യുന്നതിനുള്ള കൺവെൻസ് ഉൾപ്പെടെയാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായാൽ തീർച്ചയായും ഒരു പരിധിവരെ വെള്ളക്കെട്ടിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം കൊച്ചിയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഓരോ ഡിവിഷനിലും പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ വിലയിരുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകളും വെള്ളക്കെട്ടുകളും ഒഴിവാക്കുന്നതിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ മരങ്ങളുടെ കമ്പുകൾ വീണുണ്ടാവുന്ന അപകട സാധ്യതയൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുന്നത് സാധാരണയായ ഒരു കാര്യമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡിവിഷനിലെയും 76 ഡിവിഷനിലെയും സാനിറ്റേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ 50,000 രൂപ വെച്ച് അത്തരം അപകടാവസ്ഥ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുക കൈമാറിയിട്ടുണ്ട്. അടിയന്തര കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തുക ഉപയോഗിച്ച് പ്രവർത്തികൾ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സ്ക്വാഡിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ക്വാഡായിരിക്കും കാലവർഷ സമയത്ത് നഗരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് കോഴിക്കോട്ടെത്തും. വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാനായാണ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മ എത്തുന്നത്. മംഗലാപുരത്തെ പരിപാടിക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്കുള്ള സന്ദർശനം. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് വെള്ളിമാടുകുന്ന് ആശ്രമത്തിൽ മഹോത്സവം നടക്കുക. വൈകിട്ടോടെ എത്തുന്ന അമ്മയെ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. മഠത്തിലെ മുതിർന്ന സന്യാസി ശിഷ്യരും അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. 2 ദിവസവും രാവിലെ 11-ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ സ്വീകരിക്കും. തുടർന്ന് മഠത്തിന്റെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ധ്യാനം, സത്സംഗം, ഭജന, ഭക്തർക്കുള്ള ദർശനം എന്നിവയും നടക്കും. മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്കായി വെള്ളിമാടുകുന്ന ആശ്രമത്തിലും ബ്രഹ്മസ്ഥാന പരിസരത്തും വിപുലമായ സൗകര്യങ്ങളും അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് എല്ലാ ആശംസകളും നേരുന്നതായി കവി പി ശ്രീധരനുണ്ണി പറഞ്ഞു. ഏറെ കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം മാതാ അമൃതാനന്ദമയി ദേവി ഈ 31-ാം തീയതി കോഴിക്കോട്ട് എത്തുകയാണ്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തെ അനുഗ്രഹിക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹത്തോടൊപ്പം നമ്മുടേതായ രീതിയിൽ നമുക്ക് ഈ ഇലയുമാം ഇഭവുമാം കുസുമവുമാം എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു. ഏത് രീതിയിൽ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ ഇല കൊണ്ടും പൂവ് കൊണ്ടും ഒക്കെ ആവാം എന്നുള്ളത്. ഇഭം അവിലുകൊണ്ടാവാം എന്ന് സാധാരണ നമ്മൾ പഴയ പുരാണ ഭാഷയിൽ പറയാറുണ്ട്. ഏതായാലും ഈ സന്ദർഭത്തിൽ ഈ മഹോത്സവത്തിന്, ഈ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ആത്മാവിലേക്ക് സ്നേഹം പകരുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വരവിനായി സാഹിത്യനഗരമായ കോഴിക്കോട് കാത്തിരിക്കുകയാണെന്ന് സാഹിത്യകാരൻ AKB നായർ പറഞ്ഞു. സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും സ്നേഹിക്കൂ എന്ന അമ്മയുടെ സന്ദേശം ഐക്യരാഷ്ട്രസഭയിൽ വരെ മുഴങ്ങിക്കേട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് മാതാ അമൃതാനന്ദമയി ദേവി കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത്. തൻ്റെ ആരാധകന്മാരെ ആശീർവദിക്കാനും തൻ്റെ ആ സാന്ത്വന സ്പർശം അനുഭവിച്ചവരെ വീണ്ടും കാണുവാനും ആണ് ദേവി ഇവിടത്തേക്ക് വരുന്നത്. ലോകപ്രശസ്തയായ മാതാ അമൃതാനന്ദമയി ദേവി തൻ്റെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ആ ചേർത്ത് പിടിക്കൽ ലോകത്തിൽ തന്നെ വലിയ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമ കുറ്റം ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. മുൻപ് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ പേരിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. അജയ് ഉണ്ട്.
അജയ്, ഒരു വകുപ്പ് കൂടി ചേർത്തിരിക്കുകയാണ്. നരഹത്യാശ്രമ കുറ്റം ചേർത്ത് സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് കോടതിയിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമായിരുന്നു ഈ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും നേരിട്ടിരുന്നത്. കോടതി ശക്തമായ ഭാഷയിലാണ് ഇരു കൂട്ടരെയും വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നരഹത്യാശ്രമ കുറ്റം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ റിപ്പോർട്ട് വീണ്ടും കോടതി പരിഗണിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നരഹത്യാശ്രമ കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് ഇത്തരത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. കേസിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനുൾപ്പെടെ വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോടതി മറ്റ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 3 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് വീണ്ടും മുഖവിലക്കെടുക്കും എന്നതിനെയാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. മായ. ശരി, ആലപ്പുഴയിൽ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമ കുറ്റം ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അജയ്യാണ് വിവരങ്ങൾ നൽകിയത്. ഏഷ്യൻ ഗെയിംസ് ഗുസ്തി സെലക്ഷൻ ട്രയൽസ് വേദിയിൽ നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ വിനേഷ് ഫോഗട്ടിനെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിപ്പിക്കാൻ ഫെഡറേഷൻ അനുവദിച്ചു. നേരത്തെ ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിനേഷിന് ട്രയൽസിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നു. പാരീസ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ 4 അന്താരാഷ്ട്ര മത്സരങ്ങളിലും 50 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി വിനേഷിനെ 50 കിലോഗ്രാം വിഭാഗത്തിൽ മാത്രമേ മത്സരിക്കാൻ അനുവദിക്കൂ എന്ന് അധികൃതർ നിലപാടെടുത്തു. ഫെഡറേഷന്റെ തീരുമാനത്തിനെതിരെ വിനേഷ് ഫോഗട്ട് ശക്തമായി പ്രതിഷേധിച്ചു. വിഷയം വഷളായതോടെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് ഇടപെടുകയും വിനേഷിനെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ അനുവദിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ആയിരുന്നു. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ 2ാം ക്വാളിഫയറിൽ രാജസ്ഥാനെ 7 വിക്കറ്റിനാണ് ഗുജറാത്ത് തോൽപ്പിച്ചത്. രാജസ്ഥാൻ റോയൽസ് പടുത്തുയർത്തിയ 215 റൺസ് എന്ന വിജയലക്ഷ്യം 18.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് ലക്ഷ്യം കണ്ടു. സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ടൈറ്റൻസിന് കരുത്തായത്. 53 പന്തുകളിൽ 104 റൺസാണ് ഗിൽ നേടിയത്. ഓപ്പണർ സായി സുദർശൻ അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി. ഓപ്പണിംഗ് വിക്കറ്റിൽ 167 റൺസിന്റെ കൂറ്റൻ കൂട്ടുകെട്ടാണ് ഗില്ലും സായി സുദർശനും ചേർന്ന് പടുത്തുയർത്തിയത്. രാജസ്ഥാനു വേണ്ടി വൈഭവ് സൂര്യവംശി 96 റൺസ് എടുത്തിരുന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതലാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക.